ഹായ് ഹലോ ഗൈസ്, നമ്മളതേ കല്യാണത്തിന് പോവാണ് കേട്ടോ. ഇന്നലെ തലേദിവസത്തെ കല്യാണത്തിന് വിഷയങ്ങൾ ഞാൻ കാണിച്ചില്ലായിരുന്നോ. ഇന്നിപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാറക്കലാണ് ഓഡിറ്റോറിയം വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങളതേ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഡിറ്റോറിയം എത്തിയായിരുന്നു. ഞങ്ങളതേ പയ്യെ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഞങ്ങളതേ നടന്നു വന്നു. അപ്പോൾ ആൻറ്റിമാരൊക്കെ ഫ്രണ്ട്ലി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും സ്വീകരിക്കാനായിട്ടൊക്കെ അവർ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ചെക്കനും പെണ്ണും. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ദാഹമാണല്ലോ, ഇപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റത്തത്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു. ഇതൊക്കെ എൻ്റെ ബ്രദേഴ്സാണ് കേട്ടോ, അനിയന്മാരാണ്. അവന്മാരെ കണ്ട് സംസാരിച്ചു. പിന്നെ നമുക്കിത് എന്നെ കണ്ട് പേടിച്ച് ഓടുകയാണ്. ഞാൻ ഈ ഫോണും കൊണ്ട് പോകുമ്പോൾ വ്ളോഗ് എടുക്കുകയാണെന്ന് ഓടുകയാണ്. ഇതൊക്കെ ചേച്ചിമാരും ആൻറ്റിമാരും അമ്മായിമാരും അമ്മമാരൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ഫാമിലിയാണ് ഇതെല്ലാം. അവരെല്ലാവരും കണ്ടു. കാരണം നമ്മൾ കൂടുതലും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ പറയണ്ട, എല്ലാവരെയും കണ്ട് വിശേഷം പറഞ്ഞാണ് ഒന്നും തീരണമില്ല. അങ്ങനെ സംസാരിച്ച് എല്ലാവരെയും കാണുമ്പോൾ ഓരോരോ പുതിയ കാര്യങ്ങളും എല്ലാ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കാമെന്ന് വെച്ചപ്പോൾ സദ്യ കഴിക്കാനും ഇരുന്നായിരുന്നു. സദ്യ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറിയും എല്ലാം ഒന്നിനൊന്നും മെച്ചം കേട്ടോ. പായസം ഒന്നും പറയേണ്ട, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ തമിഴ് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞടിപ്പിക്കാൻ കയറിയായിരുന്നു. അതേപോലെ ചെക്കനും പെണ്ണും പോയായിരുന്നേ. അപ്പോൾ അതൊരു ചടങ്ങ് തന്നെയാണല്ലേ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അമ്മാമാരെല്ലാവരും ലാസ്റ്റ് പന്തിയിലിരിക്കുകയാണ്. അമ്മാമാരും വല്യച്ഛന്മാരും ഇതൊക്കെ എൻ്റെ ബ്രദേഴ്സാണ് കേട്ടോ. ഇത് പറയണത് എന്താണെന്ന് അറിയോ, ഇത് എനിക്ക് നല്ല സപ്പോർട്ട് തരുവാണ്. എൻ്റെ ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണൊക്കെ അമർത്തി പൊട്ടിക്കണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ വോയിസ് ഞാൻ എല്ലാം ഓപ്പനെ കൊല്ലും, അതുകൊണ്ട് ഞാൻ വോയിസ് ഇടണില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റീലൊക്കെ എടുത്തായിരുന്നേ. ഇത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇനി വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ഇതിന് റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരുങ്ങി റെഡി ആയിട്ട് റിസപ്ഷന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീ മല്ലികാർജ്ജുന അമ്പലത്തിൽ ഉത്സവമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഈ കല്യാണം ഉള്ളതുകൊണ്ട് ഉത്സവം മിസ്സായി പോയായിരുന്നു കേട്ടോ. പക്ഷേ വഴിയിലൂടെ ആണെങ്കിൽ ആനകളെയൊക്കെ കാണാനായിട്ട് പറ്റി. അങ്ങനെ ഞങ്ങൾ പുതിയപ്പിൽ വീട്ടിൽ വണ്ടിയൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ ട്രാവലർ കയറിയായിരുന്നു. നമുക്ക് റിസപ്ഷൻ വരുന്നത് ചെറായിലാണ്. ചെറായി റിസോർട്ടിലാണ് നമുക്ക് ഫംഗ്ഷൻ വരുന്നത് കേട്ടോ. ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. നല്ലൊരു ഈവൻറ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷമാണ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കസിൻസൊക്കെയാണ് കേട്ടോ, നമ്മുടെ ചേച്ചിമാരും അനിമാരൊക്കെയാണ്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ മെയിൻ ലക്ഷ്യം ഫുഡാണല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഒത്തിരി ഫുഡ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് വയറൊക്കെ നിറച്ചതിന് ശേഷം ഞങ്ങൾ ഇതിന് സിസ്റ്ററാണ്, ഇതിന് നാത്തൂനാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ ഐസ്ക്രീമൊക്കെ കുത്തി കയറ്റിയായിരുന്നു. എത്ര എണ്ണം കഴിച്ചെന്ന് അറിയില്ല, ഇനി തൊണ്ട വേന വരുമ്പോൾ അറിയാം എത്ര എണ്ണം കഴിച്ചതെന്നൊക്കെ. അതിന് ശേഷം ഞങ്ങൾ അതേ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വണ്ടി എടുത്തായിരുന്നേ. ചെക്കനെയും പെണ്ണിനെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അതിന് വണ്ടിയിൽ തകർത്തടിച്ച് ഫുൾ ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഒത്തിരി നാൾ ഷോൺ ഇത്ര ഹാപ്പി ആയിട്ട് കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.